ഹായ് ഗായ്സ്, വെൽക്കം ടു നൗഫിയ ദ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനല്ല മാറിപ്പോയി, സോറി, അത് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു. ഞാൻ നാളെ സ്കൂൾ തുറക്കാണ്. അപ്പോൾ ഞാൻ ഒന്നും ബാഗിൽ എടുത്ത് വെച്ചിട്ടില്ല, തൊട്ടിട്ട് പോലുമില്ല, പഴയ ബാഗാണ്. അപ്പോൾ ഇത് ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് സാധനമൊക്കെ എടുത്ത് വെച്ചിരുന്നു. പിന്നെ ബാഗ് അങ്ങനെ ആൾമാറിൻ്റെ മുകളിൽ കയറ്റി വെച്ചതാണ്. പിന്നെ ഇവിടെ ഇറക്കിയിട്ട് എപ്പോഴാണ് ഞാൻ ഇറക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെടുക്കും. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് നമുക്ക് തട്ടിക്കൊട്ടണം. നിറച്ച് പൊടി ഉണ്ടാവും. അതേപോലത്തെ ഒരു കർച്ചീഫ് വെച്ചിട്ടാണ് തുറക്കുന്നത്. അതായത് ടവലിനൊക്കെ പറയും, ടവലി അതന്നെ. ഞാൻ ഒരു കുറച്ച് ഇതൊക്കെയാണ്, കുറച്ച് പൊടിയാണ്. അതെനിക്ക് കാണാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു വീഡിയോയിൽ കാണില്ല ഉള്ളു. ഓക്കെ, ഇനി നമുക്ക് ഞങ്ങളുടെ സാധനം എടുത്ത ഇവിടെ ഉള്ളിലൊക്കെ ഉണ്ട് പൊടി. ഈ പൊടി കാണുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? നല്ല പൊടിയുണ്ട് കേസ്, ഇത് നിറച്ച് പൊടിയാണ്. പക്ഷെ നിങ്ങൾക്കിത് വീഡിയോയിൽ എന്താ കാണാത്തത് എനിക്ക് അറിയണേ. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് വരെ എടുത്താകുമ്പോൾ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ID കാർഡ്. അപ്പോൾ ഫോട്ടോ നോക്കണ്ട, കറക്റ്റ് കൂതറ ഫോട്ടോയാണ്. 6ാം ക്ലാസ്സിൽ നിന്ന് തന്നെ എടുത്തത്. ഞാൻ ഇപ്പം 7ക്കാണ്. ഓക്കെ, കണ്ടു ഫോട്ടോ വിചാരിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഫോട്ടോ കാണിക്കാത്തത്. പിന്നെ ബാക്കിൽ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഒട്ടിച്ച് വെച്ചത്, അതാകുമ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് പോകില്ല. നമ്മൾ കുറച്ച് ഫൗണ്ടേഷനൊക്കെ കഴിക്കണം ഗൈസ്. ഒരു ദിവസം സ്കൂൾക്ക് എന്താ പറയുക ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവില്ലേ സ്കൂളിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്കിയതായിരുന്നു. അപ്പോൾ ഫുള്ള് കുറച്ച് ഫൗണ്ടേഷൻ ടാഗ് നമുക്ക് ഞാൻ ടാഗ് ഇട്ടിട്ടായിരുന്നു ഞാൻ വരിക. അപ്പോൾ നാളെ ഗെറ്റ് റെഡി വിത്ത് ഒക്കെ വീഡിയോ വരുന്നു. അപ്പോൾ ഞാൻ അവന് ID കാർഡ് ഞാൻ എപ്പോഴും ഈ അറയിലായിട്ട് വെക്കാറുള്ളത്. ഞാൻ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഈ കലോത്സവത്തിനൊക്കെ ഇല്ലേ, അതിനൊക്കെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. നമുക്ക് ചെറിയ ബാഗ് അതില്ലതാകുമ്പോൾ. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെറിയ ബാഗ് മതി, കാരണം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ബുക്കേ ഉള്ളൂ കൊണ്ടുപോകാൻ. ഞാൻ ഉണ്ടാക്കിയ റഫാണ് ഞാൻ കൊണ്ടുവന്നത്. റഫും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഗൈസ്, കാര്യമായിട്ട് ബുക്കൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ID കാർഡാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ചെറിയ അറിയിലാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ കലോത്സവത്തിന് പിന്നെ എന്താ പറയുക പരീക്ഷയ്ക്ക്, ഈ 3 ദിനാണ് കൊണ്ടുവരാൻ കേട്ടത്. എന്താ ഇത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ID കാർഡ്. എന്നിട്ട് നമ്മൾ ഈ സിബ് ക്ലോസ് ചെയ്യും. നമുക്ക് മെയിൻ സിബിലോട്ട് കിടക്കാം, ഈ സിബ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് വെക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ഫസ്റ്റ് നമുക്ക് നോട്ട് ബുക്ക് വയ്ക്കാം. ഇതാണ് നോട്ട് ബുക്ക്. ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. എൻ്റെ 6ാം ക്ലാസ്സിലെ മദേഴ്സിൻ്റെ നോട്ട് ഞാൻ കുറേ പേജിനായിരുന്നു, ഒരു കട്ടിയുള്ള നോട്ടാണ്. അപ്പോൾ അതിന് ഇത്രയും പേജ് കിട്ടി. അപ്പോൾ ഞാൻ എഴുതാത്ത കുറേ പേജുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനൊരു നോട്ട് ബുക്ക് ഉണ്ടാക്കി ഗൈസ്. റഫ് കണ്ടോ, ഇതിൻ്റെ പുറത്ത് ഇവിടെ നെൻസിൽ പിടിച്ച വിജയം വെച്ചിട്ട് ഞാൻ ഇവിടെ ഉള്ളിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഫുൾ ഡീറ്റെയിൽസ് പക്ഷെ തല തിരിഞ്ഞാണ് കാണുന്നത് ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ഇത് നമുക്ക് ഇത് ഉള്ളിലോട്ട് ഇത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വെക്കും? പൗച്ചിലൊന്നും ഞാൻ അറ്റുന്നില്ല. അതാണ് എൻ്റെ പൗച്ച്. കണ്ടു, ബോക്സ് അല്ല ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ഒരു കീ ചെയിനാണ്. അപ്പോൾ അതുണ്ടാക്കി കീ ചെയിൻ്റെ സാധനം ഒന്നേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുക. ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാതെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്, വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് കണ്ടാക്കാൻ മനസ്സിലാവുണ്ടാവില്ലല്ലേ എങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല ഗൈസ്. എനിക്കറിയാം, എനിക്ക് അറിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിലിട്ട് ഞാൻ ഫസ്റ്റ് ഈ പെൻസിലാണ് ഞാൻ എടുക്കുന്നത് ഗൈസ്. ഇത് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, 2 വീഡിയോസായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കണ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതാണ് വെച്ചിട്ടുള്ളത്, ഈ പെൻസിൽ. പിന്നെ ഈ പെൻസിലാണ്. അതിൻ്റെ ടോപ്പർ ഓരോന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം മാറ്റി നമ്മൾ സെല്ലോ ടേപ്പ് പൊട്ടിക്കണം. ഞാൻ ഒട്ടിച്ച് ഗൈസ്.
ഓക്കെ, പിന്നെ ഞാൻ എന്താ ഒരു ബ്ലാക്ക് പെന്നാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കില്ലേ ആ പെന്നാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സ്കെയില് അതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു നോട്ട് ബുക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടാൻ മറന്നുപോയി, സത്യം പറയാലോ. പക്ഷെ ഇനി ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. കാരണം ഇതന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് വെളിച്ചുള്ള സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ ഇനി കുറച്ച് കഴിഞ്ഞാൽ കണ്ടു അപ്പോൾ ഒക്കെ പോകും. അപ്പോൾ എന്താ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്ക് നമ്മളുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഈ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കണം. സ്റ്റിക്കി നോട്ടിന് ബേക്കിംഗ് എന്താ. ഓക്കെ, അപ്പോൾ ഞാൻ അതും വെച്ചിട്ടുണ്ട്. പിന്നെ 2 ക്യൂട്ട് എറേസേഴ്സ്, പിങ്കും പർപ്പിളും. അപ്പോൾ ഇത് മറ്റേ ഇങ്ങനെ കളർ മാറ്റി മാറ്റിട്ടില്ലേ, അതിലത്തെ 2 ഞാൻ വെച്ചെടുക്കുന്നു കിട്ടുമോ. പിന്നെതാ അല്ലത് വേറെ ബിക്കോസ് കളറാണ്. അപ്പം ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വെച്ചെടുത്തത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സിബ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് എന്താ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഓക്കെ, പിന്നെ ആകെ ഒരു സിബും പിന്നെ ഇവിടെ ഒരു സിബുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ സൈഡിൽ ഉണ്ടാവുന്നത് ഏത് വേണോ ഇവിടെ ഇങ്ങനെ ഒന്ന് ഇവിടെയും 2 ഇങ്ങനത്തെ പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ എനിക്ക് എന്താണ് ഈ യൂണിക്കോൾ യൂണിഫാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് പിടിച്ച് നിൽക്കണമെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല എന്താന്ന്. കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണെന്ന്. യൂണിഫോം തന്നെയാണ്. അപ്പം ജസ്റ്റ് കാണിച്ചില്ല. അതോ കൂർബി കെട്ടർ നമ്മൾ പൗച്ചിൽ വെക്കാൻ മറന്നു. അപ്പോൾ എന്തെങ്കിലും അത് നമ്മൾ അതിലേക്ക് വെക്കാം. ഈ പൗതി ഞാൻ ഉണ്ടാക്കി കാണാൻ അതൊക്കെ വെച്ചു. സെറ്റ് യൂണിഫോം കാണിച്ചത്. അപ്പം ഇത് ഞാൻ ഇട്ട് നോക്കിയാണ്ട് അതേമാതിരി തന്നെ വെച്ചിട്ടാണ്. ഞാൻ നാളെ പുതിയതായിട്ട് ഇടാൻ ജസ്റ്റ് അത് ഞാൻ മടക്കിയത് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പം ആ പഴയ യൂണിഫോം തന്നെയാണ്. ഓക്കെ, അപ്പം അത് പിന്നെ അതിന് ഫാൻ്റെ ഒക്കെ ഉണ്ട്. ഒരു ഇപ്പം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പുതിയത് നാളെ പോകുമ്പോൾ ഇടാച്ചിട്ടാണ്. ഒക്കെ പുതിയത് തന്നെ കേട്ടോ. പക്ഷെ ഞാൻ തുറന്നു നോക്കാതെ ഞാൻ മടക്കി കഴിഞ്ഞാൽ കൂടുതൽ കൊലക്കരം. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ നോക്കി വെച്ചിട്ട് വയ്ക്കും. ഇതാണ് ഫാൻ്റെ. പിന്നെ പ്രാവശ്യം 5 മുതൽ 6 വരെ പിഞ്ചും 7 മുതൽ 10 വരെ കോട്ടും. അപ്പോൾ അതാ എനിക്ക് കോട്ടാണ് ഗൈസ്. കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വീഡിയോ കിട്ടുന്നുണ്ട് ഗൈസ്. അതുള്ളത് കാണാം. ഇതുകൊണ്ട് പെടുത്താം. ഓക്കെ, ഞങ്ങളുടെ ഈ അമ്പലം നിങ്ങൾ കണ്ടില്ലല്ലോ. ഇന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്കൂളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറയേണ്ട ആവശ്യമില്ല, കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി വലിയൊരു ടാസ്ക് ഉണ്ട്. ഇത് മടക്കണം. ഓക്കെ, പുതിയ ഇതിലേക്ക് വെക്കണോ വേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കണം. വെക്കാം അല്ലേ, എന്നിട്ട് നല്ല എടുത്ത് വെച്ചാൽ പോയി. ഓക്കെ, ഫസ്റ്റ് കോട്ടും പിന്നെ പാൻറ്റും കൂടെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. ഇതുപോലെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട്
ഇത് നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കോട്ടക്കെന്ന് മേടിച്ചതാണ്, അതായത് ഈ യൂണിഫോം. ബട്ട് അല്ല ഗൈസ്, നിങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോൾ നല്ലപോലെ മടക്കിയൊക്കെ തന്നെ അടുപ്പിച്ചതാണ് കേട്ടോ യൂണിഫോം. അപ്പം ഇതാ എന്നിട്ട് നമ്മളിതാ ഇത് പിന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ശരിയില്ല. എന്നിട്ടിതാ നമ്മൾ വെറുതെ ഇതിൽ പൈസ ഒന്നും വരില്ല. ഈ മണി പൗച്ച്, അതായത് പൈസ ഇടുന്ന സാധനം, പൈസ ഇടുന്ന പൗച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൈസ ഒന്നും ഉണ്ടാവും നമുക്കറിയില്ല. എന്നാലും ഇരിക്കട്ടെ. ഇതാ ഇതിലല്ല, ബാഗിലല്ല കേട്ടോ ഇടുന്നത്. എൻ്റെ ഈ കോട്ടിൽ ഒരു ഒരു ഇവിടെ കോട്ടിൽ ഒരു സൈഡിൽ എന്താ പറയുന്നു, ഒരു സൈഡിൽ എന്താ പറയുക പോക്കറ്റ് ഉണ്ട്. അപ്പം എനിപ്പം തൽക്കാലം ഇതിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം അത് ആയി കിട്ടുന്നുണ്ട്. പൈസ ഉണ്ടാകുമെന്നറിയില്ല, എന്നാൽ തരണുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം അംബ്രല്ല. അപ്പോൾ ഇത് നമുക്ക് പോക്കറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന, സോറി പോക്കറ്റിലല്ല ബാഗിലൊക്കെ ഈസി ആയിട്ട് കൊള്ളുന്ന ഒരു ഇതാണ്. കണ്ടോ, ചിലപ്പോൾ മഴ ഇതല്ലോ, കാലാവസ്ഥ പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു വേറെ പോലെ ഉണ്ട് കുടൻ്റെ, പക്ഷെ അത് ഞാൻ അത് കൊണ്ടാൻ പറ്റില്ല, കാരണം അത് കുറച്ച് വലുതാണ്, പൂപ്പി പോലത്തെ കുട വയസ്സ്. അപ്പോൾ അത് പൂപ്പി പോലത്തെ കൊള്ളുന്നത്. അപ്പോൾ ഈ ബാഗിൽ സ്പേസ് ഉണ്ടാവില്ല, കൊള്ളൂല. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ കാക്ക മേടിച്ച് തന്നെ ഒരു എന്താ പറയുക അംബ്രല്ല ആണ്. ഇത് നമുക്ക് മെയിനായിട്ട് വേണം. അപ്പോൾ ഇത് നമ്മൾ മടക്കി ഞാൻ ഇങ്ങനെ ആയിട്ട് മടക്കാം, അത് ഞാൻ മടക്കാൻ പോകുള്ളൂ. എന്നിട്ട് നമ്മൾ എന്നിട്ട് എവിടെ വെക്കണം എന്ന് എനിക്കറിയില്ല. സ്പേസ് ഫുള്ളായി, ഞാനിവിടെ കുത്തി കുളിച്ചേക്കാം. സ്പേസും ഫുള്ളായിട്ടേ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വാട്ടർ ബോട്ടിൽ കണ്ടോ, ഇങ്ങനെ ഫുള്ള് സ്റ്റിക്കർ ഒട്ടിച്ചാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കർ ഇതും ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് തന്നതാണ്. പിന്നെ ഈ ഇവിടെ ഇതും എൻ്റെ ഫ്രണ്ട് തന്നതാണ്. പിന്നെ ഇതും ഫ്രണ്ട് തന്നതാണ്. ഈ കവായിൻ്റെ സ്റ്റിക്കേഴ്സ് മുഴുവൻ ഉള്ളതാണ്. പിന്നെ ഇതും ഉടനെ തന്നതാണ്. അപ്പം അതൊക്കെ ഇതിൻ്റെ 6ാം ക്ലാസ് തന്നെ വാട്ടർ ബോട്ടിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ വാട്ടർ ബോട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് വാട്ടർ ബോട്ടിലൊന്നും മാറ്റാൻ നോക്കുന്നില്ല ഗൈസ്. നമ്മൾ മേടിച്ചില്ല. അപ്പം അത് പറയാതെ ഓക്കെ, അത് പഴയ വേഗന കേട്ടോ ഗൈസ്, പുതിയതൊന്നുമല്ല. പിന്നെ കൂട്ടാൻ പാത്രം പുതിയതാണ്. നമ്മൾ ഈ 3 സെറ്റൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട് വിൽക്കാൻ വരില്ലേ വീട്ടിലൊക്കെ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് ഏറ്റവും സ്മോളായിട്ടുള്ള ഒരു പാത്രമാണ്. അതിന് ഞാൻ കൂട്ടാനാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ മേടിച്ചതാണ്. ഏതായാലും കൂട്ടാൻ മേടിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ കൂട്ടാൻ കാണിയ ഞാൻ പറയാൻ്റെ കൊണ്ടാല് അതിൻ്റെ അനിയൻ്റെ, പക്ഷേ ഇക്കായിട്ടൊരു കൂട്ടാൻ വേണ്ടിയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉമ്മ മേടിക്കണം വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഏതായാലും വന്നപ്പോൾ മേടിച്ചു. അപ്പം ഉമ്മക്ക് 2 പാത്രം, എനിക്ക് 1 പാത്രം കൂട്ടാൻ പാത്രം. അപ്പോൾ ഫുള്ള് സ്റ്റിക്കർ ഒട്ടിച്ച്. ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ. ഇത് പിന്നെ കൂട്ടാൻ പാത്രം നമ്മൾക്ക് കൂട്ടാനെല്ലാം ഇടില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതൊക്കെ ഇതേപോലത്തെ തോന്നുന്ന സാധനങ്ങളിൽ ഇതാ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായത്. ബട്ടക്ക, ഡോണറ്റ്, പിസ്സ, സ്നിക്കേഴ്സ്, ഇത്രയും ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു. നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെ തുറക്കണം, ഇങ്ങനെ ആക്കിയിട്ട് തുറക്കാൻ പറ്റുമോ? പക്ഷെ പറ്റില്ല. കാരണം ഇത് കണ്ടോ, ഇത് ഈ മൂടിമല ലോക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അടക്കാൻ പറ്റില്ല. അടിച്ചിട്ട് ഇങ്ങനെ ഇത് ഇട്ടിട്ടും വല്ല കാര്യമൊന്നും ചെയ്യാം, തുറക്കാൻ പെട്ടെന്ന് കിട്ടും. അപ്പം ഇതാ മുറുക്കി അടിച്ചിട്ട് ഞാൻ എന്താ അതും ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ പ്ലേറ്റ് നമുക്ക് നാളെ വെക്കാം, അതൊക്കെ പിന്നെ പറ്റും. അത് ഞാൻ എന്താ അറിയാം, പ്ലേറ്റ് നാളെ വെക്കാറുണ്ട്. ഇതിൽ സ്പേസില്ല കേസ്, ഇതെടുത്താലേ നമുക്ക് നാളെ അതിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ എടുക്കുമല്ലോ ഏതായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിന് കൊടുക്കണം പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതിൽ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഓളർന്ന് ഒക്കെ താഴ്ത്തി കൊടുത്താളേ. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഗെറ്റ് റെഡി വിത്ത് മീ അതേപോലെ പോകുമ്പോൾ ഒക്കെ വരും ഗൈസ്. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. കമ്മിങ് സൂൺ ആണ് ഗൈസ്, അതായത് നാളെ വരും. ബൈ.